എന്താ ഗൗരി? എനിക്ക് വിനയനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോ കാത്തിരുന്ന് അപ്പച്ചിയും മുറച്ചിറക്കിനും വന്ന സന്തോഷത്തില അല്ലേ? താൻ അനുഭവിക്കുന്ന ഈ സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് മനസ്സിലാവും. ഞാനും ഇപ്പം ഏതാണ്ട് തൻ്റെ അതേ അവസ്ഥയിലാ. വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാനും കണ്ടു. താനെന്താടോ ഇങ്ങനെ നോക്കുന്നത്? സത്യമാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ ബൂത്തിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടറെ അടുത്ത് ഫോൺ ചെയ്യാൻ കയറുമ്പോൾ താൻ ചോദിക്കാറില്ലേ എന്താ ഇങ്ങനെയെന്ന്? അപ്പോഴേക്ക് ഞാൻ അന്വേഷിക്കുകയായിരുന്നു, കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു എൻ്റെ ശ്രീകുട്ടിയെ. എന്തിനാ കരയുന്നേ? സാരമില്ല, ഇത് കളിയല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി കുറച്ചാൾ ബോംബെയിലേക്ക് മാറി താമസിക്കേണ്ടി വരും. എങ്ങനെയാ മാഡത്തിനോട് പറയേണ്ടതെന്നറിയില്ല. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ചന്തുവിൻ്റെ മുഖം. ചെറുപ്പം പോലെ ഞങ്ങൾക്ക് അവനെ അറിയാമല്ലോ. നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചന്തുവിനെ ദത്തെടുത്താൽ കൊള്ളാവുന്നുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിമാൻഡ് വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം, അതിനുപേക്ഷ വിചാരിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവരുടെ ഇത്തരം തീരുമാനങ്ങളാണ് സന്തോഷം തരുന്നത്. പിന്നെ എല്ലാത്തിലും പ്രധാനം അയക്കപ്പെടുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ആദ്യം ചന്തുവിനോട് സംസാരിക്കട്ടെ, എന്നിട്ട് കറിയച്ഛനെ വിവരം അറിയിക്കാം. പോരെ? മതി. അപ്പോ ഞങ്ങള് അല്ല, അപ്പൊ ഇനിയിപ്പോ ബോംബെ ജീവിതമൊക്കെ കഴിഞ്ഞ് എന്നാ സ്വന്തം നാട്ടിലേക്ക് പോണം? ആയ കാലത്ത് മൊത്തത്തിൽ ഒന്ന് കറങ്ങി, വയസ്സാം കാലത്ത് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാമെന്നാ തീരുമാനം. ശരി ശരി ശരി. എന്ന് വരട്ടെ. നീ എന്താ ചന്തു ഈ പറയുന്നേ? അങ്ങനെ എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? ടീച്ചർ പറയണം. അവർക്കെന്തായാലും ശ്രീകുട്ടി ഇഷ്ടമാണ്, അതെനിക്കറിയാം. അപ്പം പിന്നെ ഇങ്ങനൊരു തീരുമാനം ടീച്ചർ പറഞ്ഞാൽ അവർ കേൾക്കും. എന്നാലും നിന്നെ അവർ ആവശ്യപ്പെട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു തോന്നലേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകുട്ടിയെ പിരിഞ്ഞ് നീ പോവില്ല എന്ന്. ആ നീ തന്നെ ശ്രീകുട്ടിയെ... അതല്ലേ ടീച്ചർ നല്ലത്. ഞാൻ പോയ പിന്നെ ശ്രീകുട്ടിക്ക് അതൊരു വലിയ വിഷമം. എനിക്കും അത് പറ്റില്ല. പക്ഷേ അപ്പോഴും ശ്രീകുട്ടി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ശ്രീകുട്ടിയെ തന്നെ ചോദിച്ചതെന്ന് അവൾ അറിഞ്ഞാൽ മതി. അവൾ സമ്മതിച്ചോളും. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചോളാം.
വേണ്ട, കരയില്ലേ കരയില്ലേ, നല്ല കുട്ടിയല്ലേ, ഇത്തിരി കരയുന്നേ, കരയരുത് കേട്ടോ. വേണ്ട, വേണ്ട. വേണ്ട, ഓടിക്കോണ്ട കേട്ടോ. വാ മോളെ. ഏയ് ശ്രീകുട്ടി. ഓർഫനേജിൽ നിന്നും പോയെങ്കിലും ശ്രീകുട്ടി എല്ലാ ദിവസവും ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞിരുന്ന അവൾ പിന്നെ പിന്നെ ചിരിയായി, തമാശ പറച്ചിലുകളായി. അവൾ ഹാപ്പിയാണെന്ന് മനസ്സിലായി. എനിക്ക് സന്തോഷമായി. അങ്ങനെ 3-4 വർഷങ്ങൾ. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരു കളിക്കൂട്ടുകാരി എന്നതിനപ്പുറത്തേക്ക് എനിക്കവൾ ആരൊക്കെയോ ആവുകയാണെന്ന്. പലപ്പോഴും അവൾ വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞില്ല. അവളതിനെ ഏത് രീതിയിലാണ് കാണുക എന്ന് പേടിയായിരുന്നു. ഒടുവിൽ അവളോടത് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ബോംബെയിൽ ചെന്ന് ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഒടുവിൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോൾ അവരവിടെ നിന്ന് താമസം മാറിപ്പോയെന്നറിയാൻ കഴിഞ്ഞു. ആകെ നിരാശ തോന്നിയെങ്കിലും പിന്നെയും കുറേ നാൾ എന്തൊക്കെയോ ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും എനിക്ക് അവളോടുള്ള ഇഷ്ടം എന്നെ ഇവിടെ അവളുടെ നാട്ടിലെത്തിച്ചു. ഒടുവിൽ ഞാൻ അവളെ കണ്ടുപിടിച്ചു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, ഒരു ക്യാമ്പസ് ഡെവിൾ, എബിൻ. അതാ എൻ്റെ ശ്രീകുട്ടി. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് അതിഭീകരം. ഒരു വശത്ത് എനിക്ക് ശ്രീകുട്ടിയോടുള്ള ഇഷ്ടം, മറുവശത്ത് റോയിയോട് എനിക്കുള്ള ആത്മബന്ധം, അതിനിടയ്ക്ക് അവന് എബിനോടുള്ള ഇഷ്ടവും ഒരു ചാലഞ്ചും. അങ്ങനെ ആകെ മൊത്തം എന്താ ചെയ്യേണ്ടെന്നറിയാതെ ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. താനെന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറഞ്ഞാടോ. സമയം ഒരുപാടായി, ഞാൻ ചെല്ലട്ടെ. ഗൗരി, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. നാളത്തെ ഒരു ദിവസം കൂടി എൻ്റെ മുന്നിലുള്ളൂ. മറ്റന്നാ ഫംഗ്ഷനാ. ഇതൊന്ന് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ താൻ പറഞ്ഞതാ. വിനയന് ആ കുട്ടിയോടുള്ള ഇഷ്ടം ഏത് രീതിയിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ഇഷ്ടം അതേ രീതിയിൽ ആ കുട്ടിക്ക് തിരിച്ച് വിനയനോടുണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. വിനയൻ സംസാരിച്ചു നോക്ക്. ആ അപ്പൊ അത് പറ. ചുമ്മാ അതല്ല നീ ഇത്ര നേരം ഒന്നും മിണ്ടാതെ വിദൂരതയിലേക്ക് നോക്കി സ്വപ്നം കണ്ടോണ്ടിരുന്നത്. മതി, നീ ആദ്യം പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്യ്. എങ്ങനെയുണ്ടായിരുന്നു വീട്ടുകാരുടെ റെസ്പോൺസ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. അമ്മച്ചി കിടന്ന് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അപ്പച്ചൻ മൈലുണ്ടെന്നോ ഇല്ല. ഞാൻ പ്രേമൊന്നും പറഞ്ഞ് പുറകെ നടന്നിട്ടും എബിൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുകൂടി അറിഞ്ഞോണ്ടായിരിക്കാം. എന്തായാലും അപ്പച്ചൻ എബിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഒടുക്കൊരു ഡയലോഗും, ആദ്യം നല്ലപോലെ പരീക്ഷ എഴുതി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ആലോചിക്കും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ചലഞ്ചിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും രണ്ട് വീട്ടുകാരും കൂടി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്നർത്ഥം. ഇതാണ് നീ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. ഇതങ്ങനെ വെറുതെ വിടേണ്ട കാര്യമൊന്നുമല്ല. നീ ഇനി അധികം ആലോചിച്ചോട്ടൊന്നും വേണ്ട, ഇവന്റെ കാര്യം ഓക്കെ ആയി. ഇവരെന്താ ഓഫായി പോലെ നിൽക്കുന്നത്? എടാ വിനയ, എടാ വിനയ, എടാ വിനയ, എന്തേലും ഒന്ന് പറയടാ. ഞാൻ എന്ത് പറയാനാ? വീട്ടിലൊന്നും അങ്ങനെ കയറി പറയേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ അതാണ് കാര്യം. മനസ്സിലായില്ലേ? ഡോക്ടറെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയതിന്റെ കോംപ്ലക്സാ. ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്താ മതി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ അവന്റെ ഒരു വെള്ളം ഒഴിക്കാതെ അടിച്ചാലേ തെറി വരുള്ളൂ. അവളെന്തിയേ? പഠിക്കുക.
നീ അവളോട് സൂചിപ്പിച്ചോ? ഇല്ല, ഇച്ചായൻ തന്നെ പറയുന്ന നല്ലത്. ആ വേണ്ട വേണ്ട വേണ്ട, പഠിച്ചോ പഠിച്ചോ. പപ്പ വെറുതെ വന്നതേ ഉള്ളൂ. നാളെയാണല്ലേ മോളെ കോളേജിലെ ഫംഗ്ഷൻ? അതെ, പക്ഷെ അതല്ലല്ലോ പപ്പയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്. അത് പിന്നെ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. മോള് കോളേജിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ മോളെപ്പോ തന്നെ പപ്പ അതൊരു തമാശയായിട്ട് എടുത്തത്. പക്ഷേ ഇന്നലെ എന്നെ കാണാൻ ആ പയ്യന്റെ ഫാദർ വന്നിരുന്നു, റോയിയുടെ. അവരൊരു കല്യാണാലോചന എന്ന നിലയ്ക്ക് എന്നോട് സംസാരിച്ചത്. അല്ല എന്ന് വെച്ച് പപ്പ പെട്ടെന്ന് കയറി അഭിപ്രായം ഒന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ വന്നവരെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ അവർ 10 ആൾ അറിയുന്ന ഒന്നാം തരം കുടുംബക്കാരാ. സാമ്പത്തികമായിട്ട് മോശമല്ല. അപ്പൊ പിന്നെ ഇതൊരു കുഴപ്പമില്ലാത്ത ബന്ധമാണെന്ന് തോന്നി. മോടെ അഭിപ്രായം കൂടി അറിഞ്ഞ. അപ്പൊ അതാണ് കാര്യം. വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി പപ്പ കൊടുക്ക ഈ ഡയലോഗിലൊന്ന് നിൽക്കുമെന്ന്. അല്ല മോളെ, എന്റെ പപ്പ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടാന്ന്. ഞാനിപ്പോ പഠിക്കല്ലേ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കാം. മോളെ നിന്നെ ഞാൻ നിർബന്ധിക്കാന്ന് കരുതരുത്. പക്ഷെ നിന്റെ കാര്യത്തില് എന്റെയും നിന്റെ അമ്മച്ചിന്റെയും അവസ്ഥ കൂടി നീ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്നെ നല്ലൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് വരെ ടെൻഷനാ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു തരത്തിലുള്ള പോരായ്മകളും നമുക്കില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പോ നിന്നെ ഇഷ്ടപ്പെടുന്നൊരു പയ്യന്റെ വീട്ടുകാരാ ഈ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നത്. ആ ഇഷ്ടത്തിന് മുന്നിൽ നമ്മുടെ കുറവുകളൊന്നും ഒരു പ്രശ്നമാകില്ലെന്ന് എനിക്കൊരു തോന്നൽ. അല്ല അയ്യോ, എന്ന് വെച്ചാൽ മോളെ നിർബന്ധിക്കൊന്നുമില്ല. മോളുടെ ഇഷ്ടത്തിനെതിരായിട്ട് പപ്പ ഒന്നും ചെയ്യേയില്ല. അങ്ങനെ ചെയ്താൽ അത് വേറെ രീതിയിൽ മോള് കാണുമെന്നൊരു പേടി എനിക്കുണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. പഠിച്ചോ. അത് ശരിയാവില്ല. പേടിച്ചിട്ട് നാളെ കോളേജിൽ പോയിരിക്കുന്നൊക്കെ പറഞ്ഞ അതേതായാലും വേണ്ട. അത് തന്നെ എന്റെ അഭിപ്രായം. അതിലും ഭേദവും പറയുന്ന പോലെ എല്ലാരും കൂടി ചെന്ന പിന്നെ കാല് പിടിക്കുന്ന നാളെ കോളേജ് അല്ലായിരുന്നു അവരുമാരി. അത് അതിനേക്കാൾ നാണം കട്ടപ്പണിയാണെന്ന് എനിക്കും അറിയാം. പക്ഷെ നാളെ കോളേജ് ചെല്ലുമ്പോൾ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എബിനെന്ന ചലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? നീയാണ് ഇതിനൊക്കെ സമാധാനം പറയേണ്ടത്. അതെങ്ങനെയാ കുറച്ചു ദിവസം എന്ത് ചോദിച്ചാലും പറഞ്ഞ ഇയാൾക്കൊരു ഉത്തരവില്ലല്ലോ. നിനക്കിത് എന്താ പറ്റിയത്? ഇവൻ എബിന്റെ കാര്യം അവന്റെ വീട്ടിൽ പറഞ്ഞ് ഏതാണ്ടൊക്കെ സമ്മതിപ്പിച്ച് വെച്ചിരിക്കുക. അത് പക്ഷെ എബിനറിയില്ല. നാളെ ചലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻ പോലെ എബിൻ നിന്നോട് തീരുമാനിച്ചു വെച്ചാൽ നീ എന്ത് പറയും? നീ തോറ്റു കൊടുക്കേണ്ടി വരും. എബിൻ പറഞ്ഞ കണ്ടീഷൻ നിനക്ക് അംഗീകരിക്കേണ്ടി വരും. നാളെ അങ്ങനെ ഒരു സീൻ ഉണ്ടായ പിന്നെ ഇവന്റെ അവസ്ഥ എന്താ? ഇവൻ തമാശക്കല്ലോ സ്നേഹമൊന്നും പറഞ്ഞ് ഇത്രയും നാൾ അവളുടെ പുറകെ നടന്നത്. ഇവൻ അവളെ സ്നേഹിക്കുന്നതിന്റെ വേദന നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. എനിക്കാ തെറ്റ് പറ്റിയത്. എനിക്ക് പറ്റിയതൊക്കെ തെറ്റാ. എന്താടാ ഇത്? നീ ഇതവിടെ പോവാ. നിക്ക് എടാ, നിക്കാൻ. എടാ, ഇങ്ങനെ ടെൻഷൻ ആവാൻ ഞങ്ങളാരും നിന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. നീ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം ഒരു തരം ശ്രമിക്കലായിരുന്നു. ശ്രമിച്ചു, നടന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നാളെ കോളേജിൽ നിന്ന് ഊരിപ്പോരാനൊരു വഴി അതാലോചിക്കുമ്പോഴേ നീ എന്താടാ ഇങ്ങനെ? നീ ടെൻഷൻ ആവണ്ട. നാളെ നീ എന്തായാലും കോളേജിൽ ഉണ്ടാവണം, ഞാനും ഉണ്ടാവും. അവിടെ എന്ത് തന്നെ നടന്നാലും എബിന്റെ മുന്നിൽ നീ സറണ്ടർ ആയാലും ഒരു കാര്യം മാത്രം നീ ചെയ്യരുത്. എന്റെ കാര്യത്തിൽ നീ ഇനിയും അവളോട് റിക്വസ്റ്റ് ചെയ്യരുത്. അത് കാണാനായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളെ എനിക്കിഷ്ടാ. പക്ഷെ അതിനപ്പുറത്ത് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. റോയ്, നാളെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒന്നും നടന്നില്ല എന്ന് വെക്കുക. പിന്നെ എന്താ നിന്റെ പ്ലാൻ? എന്റെ പൊന്നു വിനയ, നീ ഇത് വിട്ട്. എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്താണെന്ന് ചോദിച്ചാ വീട്ടുകാരെ മുഖാന്തരം നടക്കുമെന്ന് നോക്കും. നടന്നാ നടക്കും. എന്തായാലും ഞാൻ അവളെ സിൻസിയർ ആയിട്ടാ ഇഷ്ടപ്പെടുന്നത്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചത്തുകളയാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നവള് വേറൊരാളേതാവുന്നോ
അന്ന് വരെ അവൾക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യും, അതുറപ്പാ. എനിക്ക് എബിൻ്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് വേണം. ഹലോ. ആ മൊബൈൽ ഇനി കൈ കിട്ടണമെങ്കിൽ എക്സാം തീരണം. മമ്മിയുടെ കയ്യില. ഓ എന്ത് പഠിത്തം. പ്രോപ്പറായിട്ടുള്ള പഠനത്തിലേക്ക് പോകണമെങ്കിലേ നാളത്തെ ഫംഗ്ഷനും കൂടി ഒന്ന് കഴിയണം. പിന്നെ ഞാനെന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. വേണ്ട, മോള് പോയി പഠിച്ചോ, ഞാൻ നോക്കിക്കോളാം. ഞാൻ മനസ്സിലായി, വിനയൻ. എനിക്ക് എബിനെ ഒന്ന് കാണുമായിരുന്നു. അതും മനസ്സിലായി. എന്തായാലും താനിങ്ങോട്ട് വന്നു തന്നായി. ഞാൻ തന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മകള് അല്പസ്വല്പം പിടിവാശിയുള്ള കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമാശയായി കാണുകയും ചെയ്യുകയും ചെയ്യുന്ന പല കാര്യങ്ങളും അവൾ ആ രീതിയിൽ കാണണമെന്നില്ല. ക്യാമ്പസിൽ നടന്ന ചലഞ്ചും കാര്യങ്ങളൊക്കെ എബിൻ പറഞ്ഞു തന്നെ ഞാൻ അറിഞ്ഞു. ഒരു ക്യാമ്പസ് ആകുമ്പോൾ അത്തരം ചില കുസൃതികളൊക്കെ വേണമെന്ന പക്ഷക്കാരനാണ് ഞാനും. പക്ഷേ നേരം പോക്കും തമാശകളും ഒന്നും ആരുടെ ഫീച്ചറിനൊരു പ്രശ്നമായി തീരരുത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എബിന്റെ ഫീച്ചറിന് താനൊരു തടസ്സമാകരുത്. മനസ്സിലായില്ലല്ലേ? എബിനൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് പ്രൊസീഡ് ചെയ്യാനാണ് ഞങ്ങൾ വീട്ടുകാരുടെ തീരുമാനം. റോയുമായി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എബിന് റോയിയോടൊരു ഇഷ്ടക്കുറവുമില്ല, തന്നോടൊരു ഇഷ്ടക്കൂടുതലുമില്ല. അവിടെ ഉള്ളിലുള്ളത് വെറും വാശി മാത്രം. അതുകൊണ്ട് പറയാ, നാളെ കോളേജിൽ അരുതാത്തൊന്നും സംഭവിക്കരുത് പ്ലീസ്. ഇതൊരു റിക്വസ്റ്റ്. ഒരു കാര്യം കൂടെ വിനയനോട് ഞാൻ തുറന്നു പറയാം. പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ചെറിയ രഹസ്യം അവളുടെ കാര്യത്തിലുണ്ട്. അതെന്റെ മകളുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്നൊരു ടെൻഷൻ കൂടി എനിക്കുണ്ട്. അതിനിടയിൽ അവളുടെ ഒരു നല്ല ഭാവി കളയരുത്. എനിക്കിപ്പോ തോന്നുക ഇന്നിങ്ങോട്ട് വന്നത് മണ്ടത്തരായിരുന്നു. വിനയം വരട്ടെ. രാവിലെ തന്നെ മനുഷ്യനും. എബിൻ, എനിക്ക് തന്നോട് കുറച്ച് അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ട്. വേണമെന്നില്ല. സംസാരം നടുറോഡിൽ വെച്ചല്ല, കോളേജിൽ അല്ല, ഇവിടെ വെച്ച്. ചന്തുവിന് പറയാനുള്ളത് കേട്ടിട്ടേ ശ്രീകുട്ടി പോകുന്നുള്ളൂ. നമ്മൾ ആ ചാലഞ്ചിൽ പറഞ്ഞ കണ്ടീഷൻ വിനയന് ഓർമ്മ കാണും. അന്ന് ഞാൻ നിനക്ക് തന്നിരുന്ന ഡെഡ് ലൈൻ ഇന്ന് ഈ ഇയർ എൻഡിങ് ഫംഗ്ഷൻ ഡേ ആണ്. ഞാൻ ഇതുവരെ ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, ഇനി പറയാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ പിന്നെ വിനയന്റെ തീരുമാനം അതാണ് ഇനി അറിയേണ്ടത്. എന്റെ തീരുമാനം ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എല്ലാവരുടെയും മുന്നിൽ. നീ ഉൾപ്പെടെ ഈ കോളേജിൽ പഠിക്കുന്ന പലരും പല രീതിയിലും നോക്കിയിട്ടും വീഴാത്തൊരു പെണ്ണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ കുറച്ച് സെൽഫിഷായി. ചുരുക്കി പറഞ്ഞാ നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതേയില്ല. അതേസമയം നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോനെ റോയി, വെരി സോറി. എല്ലാവരുടെ മുന്നിലും തോറ്റുകൊണ്ട് ഞാൻ സ്വയം ഒന്ന് ജയിക്കുക. നിനക്ക് ഇവളോടുള്ള ആ ഇഷ്ടം അങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. ഇവളെ ഞാൻ അങ്ങ് എടുക്കുന്നു.
കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ പ്രോഗ്രാം കാണാൻ പറ്റിയില്ല, എന്നാലും ഈ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ മനസ്സിലായി പരിപാടി നല്ല ഗംഭീരമായിരുന്നു എന്ന്. സത്യം പറഞ്ഞ എനിക്കിപ്പോൾ നിങ്ങളോട് നല്ല ദേഷ്യമുണ്ട്. ചില സിനിമയിലൊക്കെ നമ്മുടെ ലാലേട്ടൻ വന്ന് അടിച്ചു നിരത്തുന്ന പോലെ നിന്നെയൊക്കെ അടിച്ചു നിരത്തിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. പക്ഷേ ഒന്നുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാര് ക്യാമ്പസിന്റെ കയ്യടി വാങ്ങിക്കുന്നത് ഇമാതിരി ചെറ്റത്രം കാണിച്ചിട്ടല്ല, അതിനെതിരെ റിയാക്ട് ചെയ്തിട്ടാണ്. അത് വേണേൽ എങ്ങനെയാണെന്ന് നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. കണ്ടോ കയ്യടി കണ്ടോ? ഇതാണ് ക്യാമ്പസ്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കാര്യം നിനക്ക് മനസ്സിലാക്കി തരിക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഉദ്ദേശം. അല്ലാതെ അടി ഇടിയും കയ്യാങ്കളിക്കൊന്നും ഞാനില്ലേ. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടെല്ലാവരോടുവാ. ഞാൻ ഈ കോളേജിൽ വന്നത് ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആസ്ഥാന പട്ടം എടുത്തിൻ്റെ തലയിൽ വെച്ച് തന്നു, ഡോക്ടർ ലവ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ ഇഷ്ടപ്പെടാത്ത രണ്ടുപേരെ തമ്മിൽ ഇഷ്ടപ്പെടുത്താനൊന്നും പറ്റുകയില്ല. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി നിങ്ങൾക്കത് അറിയാൻ പാടില്ലേ, എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന വേറൊരു സത്യമുണ്ട്. ഈ ലോകത്ത് സക്സസ് ആയിട്ടുള്ള ഏതൊരു പ്രണയത്തിന് പിന്നിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായിരിക്കും എന്ന സത്യം. അങ്ങനെ ഒരു കൂട്ടുകാരനാവാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരനാവുകയാണ് ഞാനിപ്പോ ഇവിടെയും. നിനക്ക് ഇവളോടുള്ള സ്നേഹം അതിനി മുതൽ ഇവൾക്ക് നിന്നോടും ഉണ്ടാവും. നീ എന്താണ് ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നത്? ഒന്ന് വിശ്വസിക്കടാ. ഗൗരി, എന്താടോ ഒന്നും മിണ്ടാതങ്ങ് പോവാണോ? പറഞ്ഞു, പക്ഷെ എല്ലാം ഇബിനോട് പറഞ്ഞില്ല അല്ലേ? ഈ തീരുമാനങ്ങൾ രണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ സന്തോഷം മാത്രം മുന്നിൽ കണ്ടുള്ള തീരുമാനം. രണ്ട്, നമ്മളൊരു ഇത്തിരി വേദനിച്ചാലും ആ വേദന നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന തീരുമാനം. താനാണെങ്കിൽ ഇതിലേതായിരിക്കും സെലക്ട് ചെയ്യുക? അതേ ഞാനും ചെയ്തുള്ളൂ. അത് മാത്രമല്ല, ഒരു ഡോക്ടർക്ക് വലുത് പേഷ്യന്റ് അല്ലേ? അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ, വളരെ വളരെ ഹാപ്പി. അപ്പൊ ഇതാണല്ലേ അളി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള സാധനം. അപ്പൊ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പൊ ഇന്നത്തെ ദിവസം ഒരു വെടിക്ക് 2 പക്ഷിയാ. അല്ലടാ 3. ഇതെങ്ങനെ സംഭവിച്ചു? സംശയിക്കണ്ട, ആരും സംശയിക്കണ്ട. എല്ലാം ഇന്നലെ രാത്രി ഇവ ഫോൺ ചെയ്ത് ഓക്കെ ആക്കി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് ആഘോഷിക്കണ്ടേ? എടുത്ത് അവനെ പൊക്കടാ.